പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യണം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ ഇന്ന് സഞ്ചരിക്കുന്ന എല്ലാവരെയും, ഇന്ന് ഈശോയെ ഭാരത്തൂക്കമുള്ള ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി വേദനിച്ച് നടക്കുന്നവരെ അങ്ങ് സന്ധിക്കണം. കർത്താവേ, സാമ്പത്തികമായ കടങ്ങളിലൂടെ പരിഹാരമില്ലാതെ നീങ്ങുന്നവരെയും ജപ്തി നടപടി നേരിടുന്നവരെയും കണ്ണുനീരുടെ അങ്ങയുടെ ദൃശ്യം സംബന്ധിച്ച് പ്രാർത്ഥിക്കണം. ഈശോയെ കർത്താവേ, അങ്ങയുടെ മറുപടി ഉണ്ട്. ഈശോയെ, അങ്ങ് വിചാരിച്ചാൽ മതി, ഒരു നിമിഷം വിചാരിച്ചാൽ മതി, അങ്ങയുടെ മക്കൾ രക്ഷപ്പെടും.
എല്ലാവരും പറയണത് ഈ ഒരു ദുരന്തത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട ഞാൻ ദൈവത്തെ മറക്കാതെ ജീവിച്ചോളാം എന്ന് പറയുന്നവരുണ്ട്. ഈശോയെ അത് കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസം തണുത്തു പോയവരെ, പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങളെ അവരെല്ലാം കർത്താവെ എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാതെ പല സഭകളിൽ പ്രവർത്തിക്കുന്നവർ ഒരു വീട്ടിൽ നിൽക്കുകയും ആ വീട്ടിൽ ഇരുട്ടായി മാറുകയും ചെയ്യുന്ന അവസ്ഥയിൽ കർത്താവെ മനസ്സ് സംഘർഷം കൊണ്ട് ജീവിക്കുന്നുണ്ട് ഈശോയെ, ഒതുങ്ങിക്കൂടി ജീവിക്കുന്നുണ്ട് ഈശോയെ, ആരോടും പറയാതെ വഴക്കില്ലാതെ സഹിച്ച് ജീവിക്കുന്നുണ്ട് ഈശോയെ, നിശബ്ദ ദുരന്തമായിട്ട് കഴിയുന്നുണ്ട് ഈശോയെ. അവരെ എല്ലാം ലാസ്തൻ്റെ കുഴിമാടം സന്ദർശിച്ചതുപോലെ അത്ര ഹൃദയങ്ങളിൽ നിന്ന് സന്ദർശിക്കണമേ എന്ന് പരിശുദ്ധ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുന്ന ഈശോയെ. വൈവാഹ തടസ്സമുള്ളവർ, കുഞ്ഞുങ്ങളില്ലാത്തവർ, ഭവനരഹിതർ, ജോലിയില്ലാത്തവർ, സാമ്പത്തിക കടങ്ങളാൽ സമാധാനമില്ലാത്ത കുടുംബങ്ങളെ ഇതെല്ലാം സന്ധിക്കാൻ വേണ്ടി യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമ്മളെ കൃപാസനത്തിൽ ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉടമ്പടിയാണ്. ഉടമ്പടി വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അമ്മ എൻ്റെ 2015 മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സംഭവിച്ച് 10 കൊല്ലം കഴിഞ്ഞ്. അപ്പോൾ അതിന് അനുഭവങ്ങളൊക്കെ ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആ 10 കൊല്ലത്തേക്ക് ദൈവമേ ഒരു ചെറിയ പ്രാർത്ഥന ആൾക്കാർക്ക് കൊടുക്കാൻ ഒത്തെങ്കിൽ കൊള്ളാമായിരുന്നെന്ന് എൻ്റെ മനസ്സിൽ തമിഴ്നാട്ടിൽ വെച്ച് തോന്നിയപ്പോഴാണ് മാതാവ് പെട്ടെന്ന് തന്ന ഒരു പ്രാർത്ഥനയാണ്. എന്താണ്? അമ്മ ഈ ദശവത്സരത്തിൽ അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണമേ. അങ്ങനെ ആ പ്രാർത്ഥന കിട്ടിക്കഴിഞ്ഞപ്പോൾ 10,000 ലീഫ്ലെറ്റുകൾ അടിച്ച് ആൾക്കാർക്ക് കൊടുത്തു പ്രാർത്ഥിക്കാൻ വേണ്ടി. അപ്പോൾ ദൈവത്തിന് തോന്നി മാതാവിൻ്റെ പ്രത്യക്ഷീകരണം 16 ലീഫ്ലെറ്റുകളും 10,000 ഒന്നുമല്ല അല്ലേ, അവർ 50,000 അടിച്ച് കാണും പല പ്രാവശ്യമായിട്ട്. അപ്പം അത് എൻ്റെ ഉദ്ദേശം എന്താണ്? മാതാവിൻ്റെ പ്രത്യക്ഷീകരണം അനുസ്മരിക്കാൻ വേണ്ടി അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതി എന്നാണ്. ആ പ്രാർത്ഥന സത്യസന്ധമായതുകൊണ്ടാണ്. കാര്യം ഞാൻ ആ പ്രാർത്ഥന സത്യസന്ധമായ കാരണം എനിക്ക് ഐഡിയ ഒന്നും കിട്ടിയില്ല. എങ്ങനെയാണ് ഈ 10ാം കൊല്ലം കൊമമറേറ്റ് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. അത് ചെയ്യണമെന്ന് അമ്മ പറയുകയും ചെയ്യുന്നുണ്ട് മനസ്സിൽ. അപ്പോൾ അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണമേ. അത് മാത്രം പ്രാർത്ഥിച്ചതാണ്. അപ്പോഴാണ് 6 മാസം കഴിഞ്ഞപ്പോൾ ഉടമ്പടി അമ്മ തരണത്. അപ്പം ദൈവം തന്നുകൊണ്ടാണ് ഇത്ര കണ്ട് ഓണത്തിന് പോലും എന്തുമാത്രം മനുഷ്യരാവെന്ന് ഉടമ്പടി എടുത്തത്. ഓണമായിട്ട് പോലും അത് ചില ആൾക്കാർക്ക് അനുഭവങ്ങളായിപ്പോയി. അനുഭവങ്ങളൊക്കെ ഉടമ്പടിയുടെ ബേസിൽ ജനങ്ങൾക്ക് ആധികാരികത വർദ്ധിച്ചു. ദൈവത്തിന് സ്വന്തം ജനമാണെന്നാണെന്നുള്ള ഉടമസ്ഥ ബോധം വന്നു. ഉടമ്പടിയിലൂടെ ഒത്തിരി സംഭവമാണ് നടന്നിരിക്കുന്നത് ആധ്യാത്മിക ജീവിതത്തിൽ. മറ്റത് കൊണ്ടാക്കൊണ്ട് കിട്ടിയ കൂട്ടി പോയ ചെട്ടി എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഒരു ഹൈപ്പോത്തസിക്കലല്ലേ ചില ആൾക്കാരൊക്കെ ജീവിക്കണത്. ഇതിപ്പോൾ അങ്ങനെയല്ലോ. ഇപ്പോൾ അവരതിനു വേണ്ടി അധ്വാനിക്കുന്നുണ്ട്. അതിനുവേണ്ടി അവർ അവരുടെ വിശ്വാസത്തെ അവർ പ്രവൃത്തി കൊണ്ട് നീതീകരിക്കുന്നുണ്ട്. അപ്പം ജനങ്ങളുടെ ആധികാരികത കൂടി, അപ്പോൾ ദൈവത്തിൻ്റെ ഉടമസ്ഥാവകാശം കൂടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉടമ്പടി പെട്ടെന്ന് ഇങ്ങനെ എല്ലാവരിലും തന്നെ ദൈവിക ഇടപെടലുണ്ടാകുന്ന ഒരു അവസ്ഥ വന്നു. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മേജറായിട്ടുള്ള വിഷയങ്ങളായാൽ ദൈവം തന്നെയാണ് അത് ഉടമ്പടിയുടെ ഭാഗമാക്കി കളയും. ഇപ്പം നിത്യജീവൻ ഉടമ്പടിയല്ലേ. കുർബാന എന്തുകൊണ്ടാണ് ഉടമ്പടി പുതിയ ഉടമ്പടി എന്ന് പറയുന്ന കാര്യം എന്താണ്? അതുകൊണ്ട് നേടാനുള്ള കാര്യം നിത്യജീവനായതുകൊണ്ടാണ് അതിനെ ഉടമ്പടിയിലാക്കിയത്. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ മേജർ സബ്ജക്റ്റുകളെല്ലാം ഉടമ്പടിയുടെ. ഇപ്പം എബ്രഹാം പെണ്ണ് കാണുന്നില്ലേ, പെണ്ണ് കാണാൻ വേണ്ടി ഭൃത്യരെ വിടുന്നില്ലേ. എബ്രഹാം പെണ്ണ് കാണാൻ അവൻ്റെ മകൻ ഇസഹാക്കിന് ഒരു ജീവിത പങ്കാളിയെ കാണാൻ വേണ്ടി ഭൃത്യനെ പറഞ്ഞു വിടുന്നതും അത് ആ വിഷയം സീരിയസ് ആയത് കാരണം അത് എബ്രഹാം അത് ഉടമ്പടിയായിട്ടാണ് വിടണത്, ഉടമ്പടി ചെയ്താൽ വിടണത്. ഉൽപ്പത്തി പുസ്തകത്തിന് 1:24 അധ്യായം 1 മുതൽ എടുത്തേ. അബ്രാഹത്തിന് പ്രായമേറെയായി. അബ്രാഹത്തിന് പ്രായമേറെയായി എല്ലാ കാര്യങ്ങളിലും അവനെ അനുഗ്രഹിച്ചു. എബ്രാഹത്തിന് പ്രായമായെന്നും പറഞ്ഞാൽ തുടങ്ങണത്.
വെച്ച് കഴിഞ്ഞാൽ എബ്രഹാത്തിന് ഇപ്പോൾ പ്രായമായതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇരിപ്പുകാരനായിപ്പോയി. നമ്മൾ ഇരിപ്പുകാരനായപ്പോൾ പിന്നെ ദൈവം ഇരിപ്പുകാരനായി പോയിട്ടില്ലേ? അത് എബ്രഹാത്തിന് പ്രായമായി. എബ്രഹാത്തിന് ഇനി മകന് വേണ്ടി പെണ്ണ് കാണാൻ പോകാനൊന്നും പറ്റാത്തൊരവസ്ഥയായി, പ്രായമേറെയായി. അപ്പം അതുകൊണ്ട് എന്ത് പറ്റി? ഭൃത്യനെ വിളിച്ചിട്ട് പറഞ്ഞു, അത് ഉടമ്പടിയാക്കി കളഞ്ഞത്. അത് ഭാഗം വായിച്ചേ. അവൻ തന്റെ എല്ലാ വസ്തുക്കളുടെയും മേൽനോട്ടക്കാരനും തന്റെ ഭവനത്തിലെ ഏറ്റവും പ്രായം കൂടിയവനുമായ വേലക്കാരനെ വിളിച്ചു പറഞ്ഞു, നിന്റെ കൈ എന്റെ തുടയുടെ കീഴെ വയ്ക്കുക. ഞാൻ പാർക്കുന്ന ഈ നാട്ടിലെ കാനാന്യരുടെ പെൺമക്കളിൽ നിന്ന് എന്റെ മകന് ഭാര്യയെ തിരഞ്ഞെടുക്കുകയില്ലെന്ന് ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവമായ കർത്താവിന്റെ നാമത്തിൽ നിന്നെ കൊണ്ട് ഞാൻ സത്യം ചെയ്യിക്കും. ഉടമ്പടിയാകണം എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവമില്ലാത്ത ഒരു സമൂഹത്തിൽ നിന്ന് ജീവിത പങ്കാളി എടുക്കരുത് നമ്മൾ. അത് ഇന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദൈവവിശ്വാസമില്ലാത്ത സത്യദൈവത്തെ വിശ്വസിക്കാത്ത ഒരാളെ കൊണ്ട് അയാളെ ജീവിത പങ്കാളിയായിട്ട് എടുക്കരുത്. അതോടുകൂടി നമ്മുടെ കൃപകളെല്ലാം ബ്ലോക്കായി പോകും. അതിനകത്ത് ദൈവത്തിൽ വിശ്വാസം ഉണ്ടാകണം. വിശ്വാസം ഇല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിന് പോകരുത്. പിന്നെ പറഞ്ഞൊരു കാര്യമില്ല. പറ, ഇപ്പം നിങ്ങൾ ഓർക്കും ഈ കാലമല്ലേ ജാതിയോ മതമോ ആര് നോക്കാനാണെന്നൊക്കെ ചോദിക്കും. നോക്കാത്തവനും നോക്കേണ്ട കാര്യമില്ല. കാര്യം അവൻ നോക്കിയിട്ടും കാര്യമില്ലാത്തതുകൊണ്ടാണ്. അവൻ നോക്കിയിട്ടും കാര്യമില്ല. അവന് ദൈവത്തെക്കുറിച്ചൊരു ഐഡിയ ഇല്ല. ഒരു ഐഡിയ ഇല്ലാത്തവന് നമ്മളെന്തിനാണ് അടിച്ചേൽപ്പിക്കണത്? അവന് ഐഡിയ കിട്ടാനുള്ള സാഹചര്യത്തിൽ ദൈവം അവനെ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിപ്പിച്ചു. പക്ഷെ അതുകൊണ്ട് അവന് പ്രയോജനമൊന്നും ഉണ്ടായില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ പ്രയോജനം ഉണ്ടാക്കാൻ വേണ്ടി ചെന്നിട്ടും കാര്യമില്ല. പക്ഷെ നിൽക്കുന്നു എന്ന് തോന്നുന്ന എന്ത് ചെയ്യണം? അവൻ ഇത് കണ്ടിട്ട് വീഴരുത്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേജർ സബ്ജക്റ്റുകൾ അത് ഉടമ്പടി അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ തന്നെ ഉടമ്പടി എടുത്തിരിക്കുന്ന ആൾക്കാരെ കാലം കണ്ട് ചെല്ലുന്തോറും ഉടമ്പടി ഡൈല്യൂട്ട് ആകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ദൈവത്തിന് മനസ്സിലാവും നമ്മൾ ഒരാൾ വ്യക്തി ഉടമ്പടിയിലാണെന്ന്, സത്യസന്ധ ഉടമ്പടിയിലാണെന്ന് കണ്ടാൽ പിന്നെ ദൈവം അവന് ഒരിക്കലും കൈവിടത്തില്ല. അതൊരു ഉറപ്പുണ്ടായാൽ മതി. ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. എൻ്റെ പേര് രഞ്ജു. ഞാൻ പിറവം ഹോളി കിങ്സ് ഇടവകാംഗമാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 നവംബർ 30 ഞാനിവിടെ വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, ഞാൻ ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, നമുക്ക് കൃപാസനത്തിലൊന്ന് പോകാം. ഞാൻ ഈ ഓൺലൈൻ വഴി ഇവിടുത്തെ ശുശ്രൂഷകളൊക്കെ കാണുമായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് ഇസ്രായേലിലായിരുന്നു 6.5 വർഷം. അപ്പോൾ ഞാൻ അവിടെ നിന്ന സമയത്ത് എനിക്ക് ഈ ഓൺലൈൻ വഴി ഇങ്ങനെ പ്രാർത്ഥന കാണുമെങ്കിലും സംബന്ധിക്കുമെങ്കിലും കുറച്ച് സമയമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് പ്രാർത്ഥനയിൽ സംബന്ധിക്കാൻ പറ്റുള്ളായിരുന്നുള്ളൂ. ചിലപ്പോൾ പേഷ്യൻ്റ് വിളിക്കും, അന്നേരം പോകണം, പിന്നെ അത് സ്കിപ്പായി പോകും. അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഉടമ്പടി എടുത്തു. എൻ്റെ 6 നിയോഗങ്ങൾ ഞാനിവിടെ സമർപ്പിച്ചു മാതാവിൻ്റെ മുന്നിൽ. എനിക്ക് 6 നിയോഗം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു 5 വർഷമായിട്ട് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു യൂറോപ്പിൽ ഇറ്റലിയിൽ ഒരു നഴ്സായിട്ട് ജോലിക്ക് കയറുക എന്നുള്ളത്. ഞാൻ ഇസ്രായേലിൽ കെയർ ഗീവറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വഴി എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഇറ്റലിയിലേക്ക് നഴ്സിൻ്റെ ഒരു പൊസിഷനിലേക്ക് നഴ്സുമാരെ എടുക്കുന്നുണ്ട്, അതിനുവേണ്ടി നമുക്ക് കൊടുത്താൽ നല്ലതായിരുന്നു, ഫാമിലിയൊക്കെ ആയിട്ട് നമുക്ക് അവിടെ സെറ്റ് ആവാം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ആദ്യം കുറച്ച് ഇതായെങ്കിലും ആ സമയത്തായിരുന്നു UK-യുടെയും അയർലൻഡിൻ്റെയൊക്കെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ. ഞാൻ ഇസ്രായേലിലായിരുന്നുകൊണ്ട് എനിക്ക് ഒരുപാട് സ്ഥലത്തുനിന്ന് എനിക്ക് അവർ പറഞ്ഞു, അങ്ങോട്ട് UK നോക്ക്, നമുക്ക് അവിടെ സെറ്റിൽഡാകാം, ഫാമിലിയായിട്ട് സെറ്റാകാം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു കെയറായിട്ട് പോവുക. ഇനി ഇവിടെ ഞാൻ ഓൾറെഡി കെയറായിട്ട് വർക്ക് ചെയ്യുന്നു, ഇനിയും ഒരു കെയറായിട്ട് ഒരുപാട് പൈസ മുടക്കി പോകണമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, എൻ്റെ ഒരു ആഗ്രഹമാണ്, ഞാൻ നേഴ്സിംഗ് പഠിച്ച കാലം തൊട്ട് ഇറങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് ഇറ്റലി എന്ന രാജ്യത്ത് ഒരു നേഴ്സായിട്ട് ജോലിക്ക്, അല്ലെങ്കിൽ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു ഒരു കെയറായിട്ടാണേലും ജോലിക്ക് കയറിയാൽ മതി. റോം എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ജീവിതത്തിൽ. അങ്ങനെ ഞാൻ കൊടുത്തു. അപ്പോൾ എൻ്റെ പ്രോസസ്സിംഗ് ഒന്നും നടക്കുന്നില്ല.
ഞാൻ 2 വർഷം കഴിഞ്ഞു, പേപ്പർ കൊടുത്തു. 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരുന്ന എംപ്ലോയർ മരിച്ചു. ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് ഇറ്റലിയുടെ പേപ്പർ റെഡിയാകും എന്ന് വിചാരിച്ച് 1 വർഷം ആണെങ്കിലും ഫാമിലിയുടെ കൊടുത്ത് നിൽക്കാം, അത് കഴിഞ്ഞ് പോകാമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ നിന്ന് എൻ്റെ പേഷ്യൻ്റ് 2 പേരും മരിച്ചു. ഒരു അപ്പച്ചനും അമ്മച്ചിയും ഉണ്ടായിരുന്നു. അവർ 2 പേരും മരിച്ചതിന് ശേഷം ഞാൻ ആ സ്ഥലത്ത് ജെറുസലേമിലായിരുന്നു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് ഞാൻ എൻ്റെ പേഷ്യൻ്റ് മരിച്ചതിന് ശേഷം ഞാൻ അവിടെ നിന്ന് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നിട്ട് ഞാൻ 3 വർഷം ഇതിലെ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആകെ മൊത്തം എന്നോടെല്ലാവരും ചോദ്യം തുടങ്ങി, പോകാറായില്ലേ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് UK നോക്കാൻ മേലായിരുന്നോ, അയർലൻഡിൽ നോക്കാൻ മേലായിരുന്നോ, നല്ല അവസരമല്ലേ, ഇത് നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് എന്നോട് ഒത്തിരി പേര്. പിന്നെ ഞാൻ അവസാനം ഇപ്പോൾ പള്ളിയിൽ പോകാൻ പോലും എനിക്ക് ഒരു ഫംഗ്ഷന് പോലും ആൾക്കാരെ ഫേസ് ചെയ്യാൻ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടി. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ നിയോഗങ്ങളിൽ ഒന്നായിരുന്നുള്ള എൻ്റെ ഒരു യൂറോപ്പിന് പോകാൻ ഒരു നേഴ്സായിട്ട് കിട്ടാനുള്ള ആഗ്രഹം ഞാൻ സമർപ്പിച്ചു. ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥനയൊക്കെ ഉഴപ്പാൻ തുടങ്ങി. കാരണം നടക്കുന്നില്ലല്ലോ ദൈവമേ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു. ഞാൻ ഒത്തിരി സഹായങ്ങളും കാരുണ്യ പ്രവൃത്തികളും ഒക്കെ ചെയ്യാനും മറ്റുള്ളവരുടെ വേദനകൾ കണ്ടറിഞ്ഞ് അവരെ സാമ്പത്തികപരമായിട്ട് എനിക്ക് ജോലി ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവം എനിക്ക് തരും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി ഞാൻ പാപങ്ങൾക്കാണേലും ഒരു വീടിന് വിഷമിക്കുന്നവർക്കാണേലും സഹായിക്കാനൊക്കെ ഉള്ളൊരു മനസ്സ് എനിക്ക് തോന്നി. ഞാൻ ഇത്രയും ചെയ്തിട്ടും ദൈവമേ എന്നെ പരീക്ഷിക്കുവാണല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് വീണ്ടും ഞാൻ ഉടമ്പടിയിൽ ഇവിടെ വന്നപ്പോൾ ഞാനൊരു പ്രാവശ്യം ഉടമ്പടി എൻ്റെ 8ാമത്തെ പുതുക്കലാണ്. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പം എന്നോട് ഒരു ബ്രദർ പറഞ്ഞു, നിങ്ങൾ ഇത്രയും നാളായിട്ട് 7 പ്രാവശ്യം പുതുക്കി, നിങ്ങൾ ഇത് ഒരു സാക്ഷ്യം പോലും ഇവിടെ മാതാവിൻ്റെ ഇവിടെ വന്ന് സാക്ഷ്യം പോലും പറഞ്ഞില്ല. പക്ഷേ എൻ്റെ മനസ്സിലെ ആഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ ഒരു വിസയുടെ തടസ്സമൊന്ന് മാറിക്കിട്ടണം എന്നുള്ളതായിരുന്നു. അത് ഇതുവരെ നടക്കാത്തത് കൊണ്ട് എനിക്കിവിടെ സാക്ഷ്യം പറയാൻ കയറാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ 7ാമത്തെ പുതുക്കിന് വേണ്ടി ഞാനിവിടെ വന്നപ്പോൾ ഞാൻ മാർച്ച് 2-ാം തീയതി ആയിരുന്നു ഞാൻ ലാസ്റ്റ് പുതുക്കിയത്. അന്നിവിടെ വന്നിട്ട് ഞാൻ എൻ്റെ പ്രാർത്ഥനകളും പള്ളിയിൽ പോകുന്നത്, കുമ്പസാരിക്കുന്നത്, എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ എല്ലാം അന്നെനിക്ക് എൻ്റെ സ്കോർ നോക്കിയപ്പം ബ്രദർ കണ്ടപ്പം ആദ്യം ഉണ്ടായിരുന്നതെന്ന് ഒരുപാട് കുറവായിരുന്നു. എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ, എൻ്റെ ബൈബിൾ വായന എല്ലാം ഞാൻ പുറകോട്ട് കാരണം മടുത്തു. ദൈവം ഇത് കേൾക്കുന്നില്ലല്ലോ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും മാതാവ് എനിക്കൊരു ഇത് തന്നില്ലല്ലോ, എൻ്റെ വേദന കാണുന്നില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ച് ഞാനെല്ലാം കുറച്ച് പിന്നെ ഞാൻ ഇവിടെ വന്നു പ്രാർത്ഥിച്ചു. ബ്രദറിനെ കണ്ടു, എൻ്റെ ഉടമ്പടി ഞാൻ പുതുക്കി, ഞാൻ തീവ്രമായിട്ട് പ്രാർത്ഥിച്ചു. എല്ലാ കാര്യങ്ങളും വിശുദ്ധ കുർബാന ഒരു ദിവസം പോലും മുടങ്ങാതെ ഞാൻ പോകാൻ തുടങ്ങി. കുമ്പസാരിക്കും, എപ്പം അച്ഛൻ കുമ്പസാരക്കൂട്ടിലിരുന്നു അപ്പം ഞാൻ പോയി കുമ്പസാരിക്കും. പിന്നെ എനിക്ക് കുമ്പസാരിക്കണം എന്നൊരു ആഗ്രഹം വന്നു. ഒരു അച്ഛനെ കണ്ട് ഞാൻ കുമ്പസാരിക്കാൻ വേണ്ടിയിരുന്നു, അച്ഛൻ കുമ്പസാരിക്കാനിരുന്നു. ഞാൻ പോയി കുമ്പസാരിച്ചു, പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ദിവസം ഞാൻ എൻ്റെ ഈ വിസയുടെ ഇതിന് വേണ്ടി കൊടുത്ത് 5 വർഷമായിട്ടും കൊടുത്തിട്ടും നടക്കാത്ത കാര്യത്തിന് വേണ്ടി ഞാൻ പിന്നെ ഇത് വെയിറ്റ് ചെയ്യണ്ട, എങ്ങനെയെങ്കിലും ഇത് തിരിച്ച് മേടിച്ചിട്ട് വേറെ എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റുകളെല്ലാം ഞാൻ തിരിച്ച് മേടിച്ചു. അങ്ങനെ വിഷമിച്ച് ഇനി എന്ത് ചെയ്യും, എല്ലാ രാജ്യവും ക്ലോസ് ചെയ്തു, യൂറോപ്പ് എല്ലാം ക്ലോസ് ചെയ്തു. ഇപ്പോൾ ഒരു രാജ്യത്തേക്കും ആൾക്കാരെടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വിചാരിച്ചിരുന്ന സമയത്ത് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ട് പോയി. അന്നേരം എനിക്കിവിടെ ഒന്ന് പ്രാർത്ഥിക്കാനൊന്നും പറ്റിയില്ല. കാരണം ഉടമ്പടി ഞങ്ങളൊരു ബസ്സിനാണ് വന്നത്. അപ്പോൾ അത് തിരിച്ച് പോകുന്നതിൻ്റെ വെപ്രാളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അന്നേരം പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോയിട്ട് പിന്നെ ഞാൻ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞാനിവിടെ വന്നു. അച്ഛനെ ഒന്ന് കാണാൻ പറ്റുവാണെങ്കിൽ എൻ്റെ ഈ വിസ തടസ്സത്തിന് പേരിൽ ഒന്ന് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ മുന്നിൽ എൻ്റെ ഈ പാസ്പോർട്ട് ഒന്ന് കൊണ്ടുവയ്ക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ച് ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ട് ടോക്കൺ എടുത്തു. അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛൻ എൻ്റെ 5 വർഷമായിട്ടുള്ള വിസ തടസ്സമാണെന്ന് ടോക്കണിൽ എഴുതി. ഞാൻ ഈ പാസ്പോർട്ടുമായിട്ട് ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു. ഈ ഫ്രണ്ടിലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം ഞാനിവിടെ നിന്ന് എൻ്റെ ഡോക്യുമെൻറ്റുകളെല്ലാം ഞാൻ അവരുടെ നിന്ന് തിരിച്ച് മേടിച്ചിട്ട് ഞാൻ ഇനിയൊരു വഴി എനിക്ക് തുറന്നു തരണം, എനിക്കിനി വേറൊരു വഴി എൻ്റെ മുന്നിലില്ല. ഞാനൊരു ജോലി കളഞ്ഞ് നാട്ടിൽ വന്നു. ഈ ജോലി പ്രതീക്ഷിച്ചാണ് ഞാൻ ഇസ്രായേലിലെ ജോലി കളഞ്ഞ് ഞാനിവിടെ വന്നത്. 3 വർഷമായി ജോലിയില്ല. ഹസ്ബൻഡാണേലും വീട്ടിൽ ചാച്ചന് പാടില്ലാതിരിക്കുന്ന 2 പിള്ളേരുണ്ട്. എൻ്റെ അമ്മച്ചി മരിച്ചുപോയി. അപ്പം വീട്ടിൽ പേരൻസിനെ നോക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ കടമയുണ്ട്. അപ്പം ഞാൻ പോയാലേ ഉള്ളൂ ബാക്കി എൻ്റെ കുടുംബത്തെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനെ വിചാരിച്ച് ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അച്ഛനെ കണ്ടു. അച്ഛൻ എൻ്റെ പാസ്പോർട്ടും എൻ്റെ ഒരു ഡോക്യുമെൻറ്റും ഒരു ഡോക്യുമെൻറ്റിൽ പ്രോസസ്സിങ് നടക്കാതിരുന്ന സമയത്ത് ഒരു ഇറ്റാലിയിൽ എഴുതിയ
ഒരു ഡോക്യുമെൻ്റ് എൻ്റെ കയ്യിൽ ഇതിൻ്റെ കൂടുതൽ സമർപ്പിക്കാനുണ്ടായിരുന്നു. ഒരു ഡോക്യുമെൻ്റ് എന്തെങ്കിലും കാണണം അച്ഛന്. അങ്ങനെ ഞാൻ എൻ്റെ ഇറ്റാലിയനിലുള്ള ഒരു ഡോക്യുമെൻ്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു ഡോക്യുമെൻറ്റുമായിട്ട് ഇതിൻ്റെ കൂടുതൽ സമർപ്പിച്ചു. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് പിന്നെ നാത്തൂനും ഉണ്ടായിരുന്നു. അപ്പം അച്ഛനെ കാണാൻ പറ്റി. എനിക്ക് സന്തോഷമായി. ടോക്കൺ കിട്ടി. ഇപ്പം എന്താണ് എൻ്റെ വിശ്വാസം, മാതാവിൻ്റെ അടുത്ത് ഈ പാസ്പോർട്ടൊന്ന് കൊണ്ടുവച്ച് ഈശോയുടെ അടുത്ത് കൊണ്ട് വെച്ച് പ്രാർത്ഥിച്ചാൽ നടക്കുമെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഇരുന്നു ഒരുപാട് ആ സമയത്ത് ടോക്കൺ കിട്ടാൻ വേണ്ടി വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നു. എത്രയും തേള മാതാവ് ചൊല്ലി ഈശോയെ എന്നെ സഹായിക്കണേ എന്ന് ഞാനോട് അവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ പുറകിൽ നിന്നവർക്കൊന്നും കിട്ടുന്നില്ല, ടോക്കൺ കിട്ടുന്നില്ല. ഒരുപാട് പേര് പൈസ കൊടുത്തിട്ട് അവർക്ക് വിസ വരാതെ അവർ വിഷമിക്കുന്നു. അങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഞാനും ഭയപ്പെട്ടു. ദൈവമേ, എനിക്ക് ഇത് ഇവിടെ കൊടുത്ത് അച്ഛനെ കാണാൻ യോഗ്യതയുണ്ടോ, മാതാവിൻ്റെ മുന്നിൽ എൻ്റെ പാസ്പോർട്ട് വയ്ക്കാൻ എനിക്ക് യോഗ്യതയുണ്ടോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. എന്നാണേലും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പുറത്ത് നിന്ന് ഇങ്ങനെ ക്ഷമയോടെ കാത്തിരുന്നു. എനിക്ക് വേണ്ടി ഞാൻ അവിടെ കൊഞ്ച് ചെന്നകത്ത് കയറിയപ്പം എൻ്റെ അവസ്ഥ പറഞ്ഞപ്പം എനിക്ക് ടോക്കൺ കിട്ടി. ഞാൻ അച്ഛനെ കണ്ടു. ഇവിടെ അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ പാസ്പോർട്ടും ഡോക്യുമെൻറ്റും അവിടെ മാതാവിൻ്റെ അടുത്ത് കൊണ്ട് വെച്ച് പ്രാർത്ഥിച്ചു. ഈശോയുടെ അടുത്ത് കൊണ്ട് പ്രാർത്ഥിച്ചു. എനിക്കൊരു കാശ് രൂപം തന്നു വിട്ടു. അച്ഛൻ എന്നോട് വേറെ ഒന്നും പറഞ്ഞില്ല. എൻ്റെ തോളിൽ തട്ടി ഞാൻ അന്നേരം ഇവിടെ നിന്ന് കരയുമായിരുന്നു. കാരണം എൻ്റെ അവസ്ഥ അതായിരുന്നു. എനിക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു പരിപാടിക്ക് എനിക്ക് പോകാൻ പറ്റുന്നില്ല. ആൾക്കാരുടെ ചോദ്യം, നിങ്ങൾ എന്തുകൊണ്ട് അവിടെ കൊടുത്തില്ല ഇവിടെ കൊടുത്തില്ല, എല്ലാവരും പോയി രക്ഷപ്പെട്ടു, ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ള കേട്ട് പള്ളിയിൽ പോലും പോകാൻ മേലാത്തൊരവസ്ഥയായ ചിലപ്പോൾ രണ്ടാമത്തെ കുർബാനയ്ക്കൊക്കെ പോകാൻ കാണിക്കാതെ പുറത്ത് ചാടിപ്പോരും. അങ്ങനെ ഒരവസ്ഥയിൽ വന്ന് ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഞാനൊരു ബസ്സിനാണ് വന്നത്. അപ്പോൾ ആ ബസ്സിൽ കയറാൻ പോകുന്നതിന് മുൻപ് തന്നെ എൻ്റെ 5 വർഷം തടസ്സമായിട്ടിരുന്ന ഈ വിസയുടെ പ്രോസസ്സിങ്ങിന് എൻ്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന, എൻ്റെ കൂടെ പഠിച്ചുകൊണ്ടിരുന്ന, ഇറ്റാലിയൻ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടുകാരൻ്റെ ആൻറ്റി, അവിടെ 10-15 വർഷമായിട്ട് ഷീമ എന്നാണ് ആൻറ്റിയുടെ പേര്. ആ ആൻറ്റി എന്നെ ഒരു പരിചയമില്ലാത്ത എന്നെ ആ കൊച്ചു പറഞ്ഞിട്ടാണ് ഇതുപോലെ അവസ്ഥയിൽപ്പെട്ട് നിൽക്കുവാണ് എന്ന് പറഞ്ഞിട്ട് ആ ആൻറ്റി എന്നെ ആ നിമിഷം വണ്ടിയിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഒരു 12 കാലമായപ്പം എന്നെ അവിടുന്ന് വിളിച്ചു. ഒരു മാർച്ച് 23-ാം തീയതി ആയിരുന്നു ഞാൻ വന്ന് അച്ഛനെ കണ്ടിട്ട് തിരിച്ചു പോയത്. 23-ാം തീയതി ആൻറ്റി എന്നെ വിളിച്ചു, മോളെ വിഷമിക്കണ്ട, നിൻ്റെ ഡോക്യുമെൻറ്റുകളൊക്കെ റെഡി ആയിട്ടിരിക്കുമല്ലായിരുന്നു, നീ അത് ഒരു കാര്യം ചെയ്യുക, ആ ഡോക്യുമെൻറ്റുകൾ എൻ്റെ കയ്യിൽ എൻ്റെ ചെയ്യുന്ന ഒരു കൂട്ടുകാരിയുടെ ഹസ്ബൻഡുണ്ട്. അവരിങ്ങനെ എംബസിയിലെ കാര്യങ്ങളൊക്കെ വർക്കുകളൊക്കെ ചെയ്യുന്നവരാണ്, നഴ്സിങ്ങിൻ്റെ എല്ലാം ചെയ്യുന്നവരാണ്. അപ്പോൾ മോള് ഈ ഡോക്യുമെൻ്റ് എൻ്റെ കയ്യിൽ അയച്ചതാ, നമുക്കത് ശരിയാക്കാം മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ഒരു മാതാവായിട്ട് ഇത്രയും 5 വർഷം തടസ്സമായിട്ടിരുന്ന പ്രശ്നം അച്ഛനെ കണ്ട് ഞാനിവിടെ പ്രാർത്ഥിച്ചിറങ്ങി ബസ് കയറുന്നതിന് മുമ്പ് എന്നെ വിളിച്ചിരുന്നെങ്കിൽ മാതാവാണ് എന്നെ വിളിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ ഡോക്യുമെൻ്റ് കൊടുത്തു. ഏപ്രിൽ 4-ാം തീയതി എൻ്റെ ഡോക്യുമെൻറ്റുകൾ ഞാൻ ഇറ്റലിക്ക് അയച്ചു കൊടുത്തു. എനിക്ക് ഈ ജൂലൈ 16-ാം തീയതി എൻ്റെ വിസ, യൂറോപ്പിലേക്കുള്ള വിസ, ഒരു നേഴ്സിൻ്റെ വിസയാണ് എനിക്ക് അടിച്ച് കിട്ടിയത്. അത് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് നടത്തുവാണെങ്കിൽ ഈ വിസ, ഈ പാസ്പോർട്ട് ഞാൻ മാതാവിൻ്റെ മുന്നിൽ വന്ന് ഞാൻ തുറന്ന് മാതാവിൻ്റെ മുന്നിൽ എന്നെ പ്രതീക്ഷിക്കേണ്ടത് സാക്ഷിയാക്കി ഉയർത്തണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടുന്ന് പോയത്. അങ്ങനെ ജൂലൈ 16-ാം തീയതി എനിക്ക് അത് ലൈഫ് ലോങ് വിസയാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. വർഷത്തെ അവർ ഹോസ്പിറ്റലുകാർ തന്നെ പുതുക്കി തരും. പിന്നെ എൻ്റെ ഇടയ്ക്ക് ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് നീ എനിക്ക് തന്നതാണെങ്കിൽ ഈശോ എനിക്ക് ഈ ഒരു തടസ്സവും കൂടെ, അത് ലാംഗ്വേജിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഞാൻ കുറച്ച് നാൾ പോയി ഇറ്റാലിയൻ പഠിച്ചു. എൻ്റെ വിസ വന്നിട്ടും 16-ാം തീയതി വിസ വന്നിട്ടും ഞാൻ കുറച്ച് നാൾ ഇറ്റാലിയൻ പോയി പഠിച്ചു. അവിടെ നിന്ന് അവർക്ക് ഡയറക്റ്റ് ഞങ്ങളോട് ടോക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ ഒന്ന് പല ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ലാസ്റ്റ് ആയപ്പം ഒരു ഇൻ്റർവ്യൂ ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയുടെ കൂടി അറ്റൻഡ് ചെയ്തു. ദേവതിരക വേറോനിക്ക എന്നായിരുന്നു ആ ഇൻ്റർവ്യൂ ചെയ്ത എംപ്ലോയറിൻ്റെ പേര്. അവർ എന്ത് കൂളായിട്ടായിരുന്നു ഞങ്ങളോട് സംസാരിച്ചത്. എനിക്ക് എന്ത് ചോദ്യം ചോദിക്കും, എന്ത് റിപ്ലൈ പറയും എന്നറിയാം. വേറൊരു ലാംഗ്വേജാണ് ഇറ്റാലിയൻ, അവർ ഇംഗ്ലീഷ് സംസാരിക്കില്ല. എന്നാണേലും ദൈവത്തിൻ്റെ കൃപയിൽ അവർ ഫ്രണ്ട്ലി ആയിട്ടാണ് ഞങ്ങളോട് ടോക്ക് ചെയ്ത്. എല്ലാം ഒരു കുഴപ്പമില്ലായിരുന്നു. ഇൻട്രഡക്ഷൻ ചോദിച്ചു, അതിൻ്റെ ഇടയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു, എക്സ്പീരിയൻസ് ഒക്കെ ചോദിച്ചു. ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചുള്ളൂ, ദൈവമേ അവർ ചോദിക്കുന്നതിന് ഞങ്ങൾക്ക് മറുപടി പറയാൻ വാക്കുകളുടെ മീനിങ് അറിയാമെങ്കിലേ നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുള്ളായിരുന്നുള്ളൂ. അതിന് ഞങ്ങളെ സഹായിക്കണമേ. ഞാൻ മാതാവിൻ്റെ ഉപ്പും ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റിൽ അവിടെ പഠിച്ചിരുന്ന പുസ്തകത്തിൻ്റെ അവിടെയും മാതാവിൻ്റെ തൈലവും തൂത്ത് എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, അവളുടെയും ഞാൻ തൂത്ത് കൊടുത്തു. അവളോട് ഞാൻ പറഞ്ഞു, എഴുതി മാതാവ് നമ്മൾ നോക്കിക്കോളും. മാതാവിൻ്റെ രൂപം ഞാൻ കാശ് രൂപവും കൈ പിടിച്ച് ഞാൻ ആ ഇൻ്റർവ്യൂ
അറ്റൻഡ് ചെയ്തു. 10-15 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം അവർക്ക് സന്തോഷമായവർ ഞങ്ങളെ വെൽക്കം ചെയ്തു. ഒരു കുഴപ്പമില്ല, നിങ്ങൾ ലാംഗ്വേജ് അവിടെ വന്ന് നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ചു. അവർ ഞങ്ങളെ സെലക്ഷനാക്കി. അങ്ങനെ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു, 1000 നന്ദി പറയുന്നു. കാരണം അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് ഈ പാസ്പോർട്ട് മാതാവിൻ്റെ മുന്നിൽ കൊണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 5 വർഷം തടസ്സമായിട്ടിരുന്ന ഈ വിസ കെട്ടി. അതിനകത്ത് ഞാൻ മാതാവിന് തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് രണ്ടാമത്തെ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ ഡ്രൈവിങ്ങിൻ്റെ ലൈസൻസ് എനിക്ക് കിട്ടിയായിരുന്നു. ഒരു 2 വർഷം മുമ്പാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ എനിക്ക് വണ്ടി എടുക്കാൻ എന്തോ ഒരു പേടിയോ, ഓട്ടോമാറ്റിക് വണ്ടി ആയിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഈ ഗിയർ മാറേണ്ടതുകൊണ്ട് എനിക്കൊരു ഭയങ്കര കാലിനൊക്കെ വിറയലോ എന്തൊക്കെയോ ഒരു ടെൻഷൻ പോലെയൊക്കെ ആയിരുന്നു. ഞാൻ എന്നിട്ട് ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ഒരു ധൈര്യം തന്നെ, വണ്ടി എടുക്കാൻ ആപത്തുകളൊന്നും കൂടാതെ ഇത് ഓടിക്കാനും ഇതെനിക്ക് ഇത്രയും കഷ്ടപ്പെട്ട് കിട്ടി, പക്ഷേ എനിക്കത് ഓടിക്കാനുള്ള ധൈര്യം തന്ന് മാതാവെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് വണ്ടി ഓടിക്കാൻ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ട് ഞാൻ ഓടിച്ചു പോകുന്ന ആപത്തുകളൊന്നും. ഞാൻ മാതാവിൻ്റെ ഉപ്പും തൈലവും ഈ കാശുരവും ഇതൊക്കെ ഞാൻ വണ്ടിയിൽ എപ്പോഴും വെക്കും. എന്നിട്ട് വണ്ടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ധൈര്യമായിട്ട് വണ്ടി എടുക്കും. ഒരു കുഴപ്പവും ഇപ്പം എനിക്കില്ല. ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയുന്നത്, ഞാൻ പത്രം മേടിച്ച് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ശമ്മലായിരുന്നു. കാരണം ഒരാളുടെ കൈ കൊണ്ട് കൊടുക്കുമ്പോൾ അവർ ചിലപ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയത്തില്ല. പിന്നെ ഇത് തട്ടിപ്പാണ്, അതാണ് ഇതാണ് ബിസിനസ്സാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മളെ മനസ്സിനെ അപ്പടി വേദനിപ്പിക്കുമായിരുന്നു. അന്നേരം പിന്നെ എനിക്ക് മടിയായി തുടങ്ങി കൊടുക്കാനൊക്കെ. പിന്നെ ഞാൻ എൻ്റെ സാക്ഷ്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഓരോരുത്തർക്കായിട്ട് ഇത് സമർപ്പിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് നിങ്ങളുടെ നിയോഗങ്ങളൊക്കെ നടക്കും, മാതാവ് നടത്തി തരും എന്ന് പറഞ്ഞ് ഞാനിത് കൊടുക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്യുന്നത്, ഞാനിപ്പം ഒരു ജോലി കിട്ടിക്കഴിയുമ്പോൾ മാതാവ് ഞാൻ പള്ളിയിൽ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങളുടെ ഇടവകയിൽ അച്ഛൻ ഒരു 5 വീടുകൾ പണിത് കൊടുക്കാൻ, പാവങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് പള്ളി പണിത് കൊടുക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പള്ളിയിൽ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്നൊരു സഹായം എല്ലാവരെയും കൊണ്ട് പറ്റുന്നത് പോലെ ചെയ്യുക. നമ്മൾ അത് ആർക്കാണെന്നോ എന്താണെന്നൊന്നും അച്ഛൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ അന്ന് മനസ്സിൽ വിചാരിച്ചു, ദൈവമേ എനിക്കൊരു ജോലി കിട്ടുവാണെങ്കിൽ, ഇറ്റലിയിൽ ഒരു ജോലി തരുവാണെങ്കിൽ മാതാവേ, ഞാൻ ഈ വീടില്ലാത്തവർക്ക് അല്ലെങ്കിൽ വിഷമിക്കുന്നവർക്ക് കുറച്ച് പൈസ ഞാൻ സഹായമായിട്ട് പള്ളിക്ക് വേണ്ടി കൊടുത്തോളാവേ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. പക്ഷേ കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ടും എൻ്റെ ഇതിനൊരു മാറ്റവും കാണുന്നില്ല, ഒരു പ്രോസസ്സിങ് നടക്കുന്നില്ലാതെ വന്നപ്പോഴത്തേനും ഞാൻ മനസ്സിൽ വിചാരിച്ചു, അന്നേരം എനിക്ക് സാമ്പത്തികപരമായിട്ട് ടൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നാലും ഞാൻ പള്ളിക്ക് വേണ്ടി ഒരു വീട് നമ്മുടെ ഒരു അധ്വാനത്തിൻ്റെ വിഹിതമായിട്ട് ഒരു സിമെൻറ്റ് ചാക്ക് അവർക്ക് മേടിച്ച് അവരുടെ വീടിന് വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ മാതാവ് അത് കാണുമല്ലോ എന്ന് വിചാരിച്ച് ഞാനന്ന് 10,000 രൂപ പള്ളിക്ക് വേണ്ടി കൊടുത്തു. മറ്റേ ഒരു വീട് പണി അന്നേർക്ക് വേണ്ടിയിട്ട് കൊടുത്തു. അതിൻ്റെ ഫലമായിട്ട് അന്ന് തന്നെയാണ് എൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ കാര്യങ്ങളും എനിക്ക് ഓഫർ ലെറ്റർ കിട്ടാൻ തുടങ്ങി. പക്ഷേ ഞാൻ വിചാരിച്ചു ഇത് കിട്ടിക്കഴിഞ്ഞ് ഏത് കാലത്ത് കിട്ടാൻ, അന്നേരം വീടുകൾ പണികളൊക്കെ കഴിയും. അതുവരെ എനിക്ക് ചിലപ്പോൾ മാതാവ് എന്നെ അറിയാനോ അല്ലെങ്കിൽ പരീക്ഷിക്കാനായിട്ടാണ്. നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുകയല്ല. അതുപോലെ ഞാൻ വിചാരിക്കും ആവശ്യം ഉള്ള സമയത്ത് അത് അവർക്ക് കൊടുക്കുക, അപ്പോൾ ദൈവസന്നിധിയിൽ മഹത്വമുള്ളതായിരിക്കും എന്ന് വിചാരിച്ച് ഞാനത് പള്ളിയിൽ കൊണ്ട് കൊടുത്തു. അന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഓഫർ ലെറ്റർ വന്നു തുടങ്ങി. എൻ്റെ എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് നടക്കാൻ തുടങ്ങിയത്. പിന്നെ ഞങ്ങൾ ഒരു കുർബാന അല്ല, ഒരു ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറിയോ മരണത്തിൻ്റെ എന്തെങ്കിലും ഓർമ്മ ദിവസങ്ങൾ വരുമ്പം ഞങ്ങളുടെ അടുത്തുള്ള ഓർഫണേജുകളിലോ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലോ എവിടെയെങ്കിലും ആയിരിക്കും ഞങ്ങൾ എന്തെങ്കിലും ഫുഡ് കാര്യങ്ങളും ഒക്കെ കൊടുക്കാൻ ശ്രമിക്കും. വീട്ടിൽ നമ്മൾ എല്ലാവരുമായിട്ട് എൻജോയ് ചെയ്യുന്നതിന് പകരം അങ്ങനെയുള്ള അനാഥരുടെ അടുത്തും പാവങ്ങളുടെ അടുത്തും ഒക്കെ പോയി നമ്മൾ അവരുമായിട്ട് ഒന്നിച്ചു കൂടി അവരുമായിട്ട് പ്രാർത്ഥിച്ച് സന്തോഷം പങ്കുവയ്ക്കുവാൻ ഞങ്ങൾ ഒത്തിരി ശ്രമിച്ചിരുന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ബർത്ത്ഡേ ഇതൊക്കെ വരുമ്പോഴത്തേനും ഓരോ ഓർഫണേജുകളോ അനാഥരായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്ന് നമുക്ക് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കാനും ഒക്കെ ഞങ്ങൾ ഒത്തിരി ശ്രമിച്ചു. പിന്നെ ഞാൻ എപ്പോഴും വചനങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം താമസം വന്നപ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ അങ്ങനെ വചനങ്ങൾ ഇങ്ങനെ ചൊല്ലി ഞാൻ പറയാമല്ലോ, രക്ഷകനായ ഈശോനാഥ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല, നിർഭാഗ്യഭാവികൾ മനസ്സിലേക്ക് പ്രാർത്ഥിച്ചാൽ അങ്ങേക്ക് നിരസിക്കാൻ വയ്യ, ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമെന്ന് ഞാൻ 31 പ്രാവശ്യം എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ വചനം പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഈ വിസ തടസ്സം മാറിയതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയ്ക്കും ദൈവപിതാവിനും നന്ദി പറയാം. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യത്തിൽ പറയും, അവർ അടുത്ത് വന്ന് ഗുരു ഞങ്ങൾ നശിക്കുന്നുവെന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും തിരകളെയും ശാസിച്ചു. അവൻ നിലച്ചു.
ശാന്തത ഉണ്ടായി. ഈ സഹോദരിയുടെ സാക്ഷ്യത്തിൽ 5 വർഷക്കാലമായിട്ട് വിസാ തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇറ്റലി പോകുന്നതിന് വേണ്ടി. അപ്പം അതിൻ്റെ പിന്നിൽ ഒത്തിരി പേര് വന്ന് ഈ സഹോദരിയോട് ചോദിക്കുന്നുണ്ട്, ഒന്നും ആയില്ലേ, ഇത്ര വർഷമായല്ലോ പ്രയത്നിക്കുന്നു, വേറെ നോക്കിക്കൂടെ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഈ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിലൂടെ കർത്താവിൻ്റെ ഹൃദയത്തെ ഉണർത്തുകയാണ്. ഉടമ്പടി പ്രാർത്ഥനയിലൂടെ തീർച്ചയായും അമ്മയുടെ വലിയ മധ്യസ്ഥതയിലൂടെ നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് നമ്മളുടെ തന്നെ നന്മകളെ ഉണർത്തിക്കൊണ്ട് കർത്താവിൻ്റെ ഹൃദയത്തെ നമ്മളെ ഉണർത്തുകയാണ്. അപ്പോഴാണ് ഈ കടലും കാറ്റുമൊക്കെ ഇങ്ങനെ പ്രതികൂലമായിട്ട് നിൽക്കുമ്പോഴും ക്രിസ്തു കൂടെ ഉണ്ടെന്നുള്ള വലിയൊരു വിശ്വാസം കൂടെ ഈ ഒരു ഉടമ്പടി പ്രാർത്ഥനയോടെ നമുക്കുണ്ട്. അപ്പോൾ ഏതൊരു കാറ്റാണെങ്കിലും ഏതൊരു കടലാണെങ്കിലും അതിനെ ശാന്തമാക്കുവാനായിട്ട് കർത്താവിന് സാധിക്കും. അപ്പോൾ ഇത്രയും പ്രതികൂല സാഹചര്യങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ, നാണക്കേടുകൾ ഇതെല്ലാം ഉണ്ടായിട്ടും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് സമർപ്പിച്ചു കഴിയുമ്പോൾ എല്ലാ തടസ്സങ്ങളെയും മാറ്റി പൂർണ്ണമായിട്ടുള്ള ശാന്തത, സമാധാനം, സന്തോഷം, അതായത് വിജയം എല്ലാം പരിശുദ്ധ അമ്മ പ്രദാനം ചെയ്യുകയാണ്. അമ്മയുടെ വലിയ മധ്യസ്ഥതയിൽ ത്രിയേക ദൈവം ചെയ്ത ഈ വലിയ നന്മയ്ക്ക് കരങ്ങളടിച്ച് നമുക്ക്